ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. ഇന്ന് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു, അല്ലെങ്കിൽ ഞാൻ ഇത്ര നേരത്തെ എഴുന്നേൽക്കാറില്ല. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, മോന് സ്കൂളിലൊന്നും പോവണ്ട. പിന്നെ ഞാൻ രാവിലെ ചെയ്യുന്ന കർട്ടനും വിൻഡോസും ഡോർസൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാ വീഡിയോസിലും അതിനെ കാണുമ്പം അതൊരു ബോറടിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണമല്ലോ. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം രാവിലെ കുറച്ച് വെള്ളം കുടിക്കും. ഇപ്പം ഞാൻ രാവിലെയാണ് ശരിക്കും വെള്ളമൊക്കെ നനക്കുന്നത്. വെയിലും പിന്നെ വൈകുന്നേരം ആകുമ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും തിരക്കൊക്കെ കാരണം വെള്ളം നനക്കാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് ടൈമുള്ളതുപോലെ ചിലപ്പോൾ രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെയൊക്കെ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നൂൽപുട്ടും എഗ് റോസ്റ്റും ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ ഇവിടെ നൂൽപുട്ടും എന്നൊക്കെയാണ് പറയുക, ചില ആൾക്കാർ ഇടിയപ്പം എന്നും പറയുമല്ലോ. പിന്നെ എഗ് റോസ്റ്റ് ആക്കാൻ മുട്ട പുഴുങ്ങി വെച്ചു. പിന്നെ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ അത് കാണിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ അമ്മ ഇത്ര ദിവസം ഇവിടെ ഉണ്ടായത് കൊണ്ട് കിച്ചണിൻ്റെ ഭാഗത്തേ ഞാൻ വരാറുണ്ടായിരുന്നില്ല. അമ്മ തന്നെ എല്ലാം നോക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് ക്ലീനിങ്ങും അങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്യുമെങ്കിലും കുക്കിങ്ങും ഫുള്ളും അമ്മയായിരുന്നു. അമ്മമാരെ കാണുമ്പോൾ പിന്നെ നമുക്ക് പണിയെടുക്കാൻ ഇച്ചിരി മടി ഉണ്ടാവുമല്ലോ. എനിക്ക് പിന്നെ കുറച്ച് കൂടുതലാണ് അമ്മേനെ കാണുമ്പോൾ. എൻ്റെത് ഇഡ്ഡലി പാത്രം വളരെ ചെറിയൊരു ഇഡ്ഡലി പാത്രമാണ്. നമ്മൾ 3 പേരല്ലേ ഇവിടെയുള്ളൂ, അതുകൊണ്ട് ഞാൻ വളരെ ചെറുതാണ് വാങ്ങിച്ചത്. വലുത് വാങ്ങിയിട്ട് ആവശ്യമില്ലല്ലോ, 3 പേരല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ ഇന്നലെ ഷോർട്സിലൊരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ വേസ്റ്റൊക്കെ എങ്ങനെ, അതായത് നമുക്ക് കത്തിക്കാനുള്ള വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ഒഴിവ്, അതൊക്കെ എങ്ങനെയാണ് കത്തിക്കുന്നതെന്ന് വെച്ചിട്ട് അപ്പം ഞാനത് എങ്ങനെയാണ് കത്തിക്കുന്നതെന്നുള്ളത്, ഞാൻ ചൂളയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. നമുക്കിവിടെയുള്ള കരിയില വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, അങ്ങനത്തെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഡയപ്പർ, ഇപ്പം എൻ്റെ മോനൊന്നും ഡയപ്പർ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ഡയപ്പറും നമുക്കതിൽ കത്തിക്കാം. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നു, ഹരിതസേനേൻ്റെ അവർ കണ്ടാൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടുന്നൊക്കെ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു അതിൽ പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കില്ല. അത് പിന്നെ നമ്മൾ മന്ത്ലി നമ്മുടെ ഇവിടെ ഹരിതസേനേൻ്റെ അവർ വന്നിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളങ്ങനെ പ്ലാസ്റ്റിക് ഇതിൽ കത്തിക്കുന്നില്ല. നമ്മൾ നന്നായിട്ടത് പ്ലാസ്റ്റിക് ഇപ്പോൾ പാലിൻ്റെ കവറായപ്പോലും കഴുകി ഉണക്കിയിട്ട് നമ്മളത് ഹരിതസേനേൻ്റെ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വീടെടുക്കുമ്പം കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ് എവിടെ കൊണ്ടുപോയി കളയുന്നു, അതുപോലെ പേപ്പർ വേസ്റ്റ് എങ്ങനെ കത്തിക്കുന്നൊക്കെ. അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ടുള്ളവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചൂളയുടെ വീഡിയോ ഷെയർ ചെയ്തത്. പുതിയ വീടെടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, നമ്മൾ മാക്സിമം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ അവോയ്ഡ് ചെയ്യുക. ഇതിപ്പോൾ എൻ്റേത് കാസ്റ്റ് അയണിൻ്റെ പാനാണ്. അതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പാൻട്രി യൂണിറ്റ് ഏരിയയിലൊക്കെ ഗ്ലാസിൻ്റെ കാനിസ്റ്ററാണ് ഞാൻ മാക്സിമം യൂസ് ചെയ്തത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇപ്പോൾ അയാൻ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ച ടിഷ്യൂ ബോക്സിൽ ടിഷ്യൂ കഴിഞ്ഞു, അപ്പോൾ അത് ഞാനൊന്ന് റീഫിൽ ചെയ്ത് വെച്ചു. ഇനി നമുക്കുള്ളത്, ഞാൻ ഇന്നലെ അലക്കിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ എൻ്റെ യൂട്ടിലിറ്റി ഏരിയ നമ്മൾ സെറ്റ് ചെയ്തത് മേലെയാണ്. അപ്പോൾ വാഷിംഗ് മെഷീൻ അവിടെ വെച്ചു, അവിടെ നിന്ന് അലക്കിയിട്ട് അവിടെ തന്നെ തുണി വിരിക്കുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് പിന്നെ ഡെയിലി വാഷ് ചെയ്യാൻ ഡ്രസ്സ് ഉണ്ടാവില്ല, ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വാഷ് ചെയ്യാറ്. എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണിത്. ഡെയിലി ഇങ്ങനെയൊന്നുമല്ല, മാറി മാറി വയ്ക്കും. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും